നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ പൊന്നൂസ് എണ്ണീറ്റു. പൊന്നൂസ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ എണ്ണീക്കും. സമയം എങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നെന്ന് അറിയത്തില്ല. എന്തായാലും മിക്കവാറും എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ ഞങ്ങൾ പ്രസൻ്റ് ആണേ. പൊന്നൂസ് ഇവിടെ. പൊന്നുകൂട്ടാ, പൊന്നുകൂട്ടൻ്റെ മൂഡ് ശരിയല്ല ആണോ? പൊന്നൂസാ, പൊന്നൂസേ, പൊന്നൂസേ, എന്താ സ്റ്റക്കായിട്ടിരിക്കുന്നത് പൊന്നൂസ്? എന്നാ പറ്റി സ്റ്റക്കായിട്ടിരിക്കുന്നയാള്? എന്നാടോ? കല്ലിപ്പന്നെ, ഈ കല്ലിപ്പന്നെ. ഉറക്കം വരുന്നു ഞങ്ങൾക്ക്, ഉറക്കം. ഞങ്ങൾ രാവിലെ മുതൽ ഉണർന്നിരിക്കുവാ ഇവിടെ അല്ലേ? അല്ലേ? ആണോ? ഞങ്ങൾ ഉറക്കം വരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഉറക്കം വരുന്നോ? ആണോ? ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രോബ്ലം ആണ് ഇത്. എല്ലാവർക്കും കാണുമായിരിക്കും. ഇതിപ്പോൾ ചീവിയപ്പം താഴെ പോയ മുടിയാ. എന്തോരം മുടിയാണെന്നറിയോ കൊഴിഞ്ഞു പോന്നേ. ഞാൻ എല്ലാം എടുത്തിട്ട് എനിക്കൊരു ഇപ്പോൾ ഒരു 3 മാസം കൊണ്ടാണേ, കുഞ്ഞിനിപ്പോൾ 5 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 3 മാസം കൊണ്ടാണ് ഇത്രയും മുടി കൊഴിയുന്നത്. ഇത് ഒരു 3 മാസം കൊണ്ട് കൊഴിഞ്ഞ എൻ്റെ മുടിയാണ്. കാണാമോ? എനിക്കറിയത്തില്ല, ഇത്രയും മുടി എൻ്റെ ജീവിതത്തിൽ കൊഴിഞ്ഞിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും ഇത്രയും വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വരുന്നത്. ഞാൻ അപ്പോൾ അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ്. എത്രയും കൊഴിയുന്നെന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷെ ഇത് കാണുമ്പോൾ നെഞ്ചു പൊട്ടി പോവാ കേട്ടോ. കൈ പിടിക്കുമ്പം കാണാം, നല്ലതായിട്ട് കാണാമല്ലോ അല്ലേ? ഞാനിപ്പോൾ റോസ്മേരി ഓയിലാണ് തേക്കുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്തായാലും നോക്കട്ടെ. ഫ്രണ്ടിൽ കുറേ മുടികളൊക്കെ പോയായിരുന്നു, കൊഴിഞ്ഞു പോയായിരുന്നു. ഫുള്ള് മുട്ട പോലായിരുന്നു ഫ്രണ്ടിൽ. പക്ഷേ ഇപ്പം റോസ്മേരി ഓയിൽ ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തതാണ്. അത് എന്തായാലും മുടി കിളിച്ച് വരുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ. പക്ഷെ ആ ഉള്ളെല്ലാം പോയി കേട്ടോ. നോക്കിക്കേ, ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് റോസ്മേരി ഓയിലാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി. നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ കാട്ടിത്തരാവേ. ഒന്നുമില്ല, ജസ്റ്റ് റോസ്മേരി ഉണങ്ങിയത് നമ്മൾ എണ്ണയിലോട്ട് ഒന്ന് ചേർത്ത് എണ്ണ തിളപ്പിച്ചെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് ഈ കാണുന്നത്. കാണാമോ? തീരാറായി. ഞാൻ ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കാട്ടിത്തരാം കേട്ടോ. ഈ ഓയിൽ എല്ലാവർക്കും അറിയാം. റോസ്മേരി ഓയിൽ നമുക്ക് മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ അങ്ങ് ഫുള്ള് മുടിയെല്ലാം പോയായിരുന്നു. അതൊക്കെ ഒത്തിരി ചൂടെല്ലാം ഒത്തിരി കിളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉള്ളെല്ലാം പോയി. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഇങ്ങനൊരു പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം മുടി പോയെന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി കെയർ ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മുടി കൊഴിച്ചിലുള്ളവർ സ്ട്രെസ് അടിക്കാതെ നന്നായിട്ട് ഉറങ്ങി നമ്മുടെ ബേബീനെയൊക്കെ നന്നായിട്ട് നോക്കി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ബേബിയെ നോക്കുന്ന ആ ഒരു കെയറിങ് പോലെ തന്നെ നമ്മളെയും കെയർ ചെയ്യാൻ നോക്കണം. അപ്പം മുടിയൊക്കെ എല്ലാ ദിവസവും ഒന്നും ഇവിടെ നമുക്ക് എണ്ണ തേച്ച് കുളിയൊന്നും പറ്റൂല. ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം തല എണ്ണ തേച്ച് കുളിക്കും. 2 ദിവസം എണ്ണ തേക്കും, 1 ദിവസം ഷാമ്പു ഇട്ട് കഴുകും വീക്കിലി. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ മുടിയിലെ എണ്ണയൊക്കെ തേച്ചു. പിന്നെ നമുക്കിപ്പം മുടി കൊഴിഞ്ഞു അല്ലെങ്കിൽ അയ്യോ പിന്നെ കുഞ്ഞുറങ്ങുന്നില്ല, അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് അല്ലേ?
അപ്പം ഇതെന്തായാലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആയി മുടിയൊക്കെ കിളിക്കും. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അല്ലാണ്ട് അയ്യോ എൻ്റെ മുടി കഴിഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക. മെയിനായിട്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ നോക്കുക. അപ്പോൾ കുഞ്ഞ് എപ്പോഴാണോ ഉറങ്ങുന്നത് അന്നേരം ഉറങ്ങാൻ നോക്കുക. പിന്നെ ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പം ഫുഡ് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും കാണും, അല്ലെങ്കിൽ ജോലിക്കാരുണ്ടെങ്കിൽ ജോലിക്കാർ, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഹസ്ബൻഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും ചോറും അങ്ങനെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അല്ല ഒത്തിരി ഡിഷസ്, ഒത്തിരി കറികൾ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റത്തില്ല. ഇപ്പം എനിക്ക് ആദ്യത്തെ ഡെലിവറിയിൽ എനിക്ക് ഇങ്ങനെ ഇത്രയും മുടി കൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ, ഈ ഒരു ഡെലിവറിയിലാണ് ഞാൻ ഇത്രയും മുടി കൊഴിച്ചിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ടെൻഷനല്ല, മുടിയല്ലേ കിളിച്ച് വരുമായിരിക്കും എന്നൊരു ചിന്തയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ടെൻഷൻ അടിച്ചാൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ മുടി കൊഴിയത്തല്ലേ ഉള്ളൂ, വേറെ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് അത്ര വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു ഡെലിവറി കഴിഞ്ഞ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. മുടി കൊഴിച്ചിലുള്ളവരൊക്കെ മുടിയൊക്കെ തിരിച്ചു വരും. ഞാനും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക, അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക. ടെൻഷനൊക്കെ വരും, സ്ട്രെസ്സ് വരും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുക. പക്ഷേ ഉറങ്ങണം, നല്ലതായിട്ട് ഉറങ്ങുക. കുഞ്ഞുറങ്ങുമ്പോൾ നന്നായിട്ട് ആ ടൈമിൽ കിടന്ന് ഉറങ്ങാൻ നോക്കുക. മാക്സിമം ഒരു 8 മണിക്കൂർ എങ്ങനെയെങ്കിലും നമ്മൾ ഉറങ്ങാൻ നോക്കുക. പിന്നെ കുഞ്ഞിനെ നോക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളല്ലേ അതിനെ നോക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുണ്ട്, നമ്മളയ്യോ കുഞ്ഞിനെ വീട്ടുകാരുള്ളവരാണെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ കൊടുക്കും, ജോലിക്കാരാണെങ്കിൽ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്ത് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള. ആ സമയത്ത് ഉറങ്ങാനും ഫുഡ് കഴിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്, അതിനെന്തെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സൊക്കെ കൊടുക്കാമല്ലോ. അപ്പം കമൻറ്റ് ചെയ്യാൻ നോക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണേ. ബൈ.